അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഞാൻ അരമണിക്കൂർ പ്രസംഗിച്ചു പോയി, പൊറുക്കണേ അല്ലാഹ്. ഇതെന്ത് ഇപ്പം അങ്ങനെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. സലാം വീട്ടിയ ഉടനെ പ്രസംഗം, പിന്നെ ദിക്റും ദുആയും. അത് നിസ്കാരത്തോട് ചേർക്കപ്പെടുകയില്ല. അതുകൊണ്ട് ആ പ്രസംഗം വേണ്ട. അതിൽ 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പിന്നെ ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്തു. കിതാബിൽ ഇബാറത്തുള്ളതനുസരിച്ച് ഇത് പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അറിയിച്ചിട്ടുണ്ട്, പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തപ്പോൾ പിന്നെ ചില ആള് വന്നിട്ട് എന്നോട് പറയാൻ തുടങ്ങി, ഞങ്ങൾക്കൊന്ന് അനുവദിച്ചു തരണോ? എന്താ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പ്രത്യേക അനൗൺസ്മെന്റ് എല്ലാം ഉണ്ടെങ്കിൽ ആക്കേണ്ടി വരുന്നു ജുമാ കഴിഞ്ഞ പാടെ. എന്ത്, എൻ്റെ സ്വന്തം സ്വത്താ ഞാൻ അനുവദിച്ചു കൊടുക്കാൻ? ഞാനത് അല്ലയാ? കുംഭസാരം പറഞ്ഞിട്ടൊന്നുണ്ട്. അത് ചർച്ചിൽ പോയിട്ട് ദോഷം ചെയ്താൽ പറഞ്ഞാൽ അവിടുത്തെ ഫാദർ പറയും പുറത്തു നിസാരല്ല. അതുപോലത്തെ ദീന നമ്മളത് ഇല്ല, അതുണ്ടാവാൻ പറ്റുകയില്ല. ജുമാ സലാം വീട്ടിയ ഉടനെയുള്ള ആ പ്രസംഗം അത് ചെയ്യാൻ പാടുള്ളതല്ല. എന്താ, നിസ്കാരത്തിൻ്റെ ആ ദിക്ർ ദുആ അതെല്ലാം പോയി പോകും. പോയി അവസാനം കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് ഇത് തീരെ ഇല്ലാതെയാകും. ഇല്ലാതെയാകുമ്പോൾ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റിനെയും ദുആനെയും നിർത്താൻ ആരാ അത് നിർത്തി? എനിക്ക് മാതൃക അതിന്റെ അയിമ്മത്ത് ഈ ചെയ്തതിരിക്കുന്ന കൂട്ടരാകും. എല്ലാവരുടെയും കുറ്റം പേറേണ്ടി വരും. ദീനിന്റെ ഒരു ഷിആറിനെ ഇല്ലാതെയാക്കൽ അത് വലിയ കുറ്റമാണ്. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ജമിയത്തുൽ ഉലമാന്റെ സർവ്വ ഉലമാക്കളും കൂടി ഫിഖ് മസലകൾ മനസ്സിലാക്കി ഇത് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ജമിയത്തുൽ ഉലമാന്റെ തീരുമാനമല്ല, അത് ഫുഖഹാന്റെ തീരുമാനം. അത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജുമാ കഴിഞ്ഞിട്ട് 3 ദുആ ഉണ്ട്. അതിൽ ആദ്യത്തെ ദുആ നിസ്കാരത്തിന്റെ അനുബന്ധമാണ്. ജനങ്ങൾ പ്രസംഗത്തിന് നിൽക്കുന്നില്ല ദുആ കഴിഞ്ഞാൽ. അതുകൊണ്ട് സലാം വീട്ടിയ ഉടനെ കുറച്ച് ദ്വാരന്നാ നിൽക്കും. ഇത് ദ്വാരന്നിട്ട് റബ്ബേ പാടാക്കിയ എല്ലാ ദ്വായും ദ്വാരന്നിട്ട് പിന്നെ ദ്വാ കിട്ടാതാകുമ്പോഴേക്ക് അല്ലാഹുമ്മ എന്ത് ആക്കിയിട്ട് ഇനിയെന്ത് ദ്വാരക്കുണ്ട് ഇതെന്ന് തേടിയത്. കുറച്ച് ദ്വാരക്കണം, കുറേ ദ്വാരക്കരുത്. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെന്താ, വാരിദായ ദ്വാ ദ്വാരക്കണോ? വാരിദായ ദ്വാ, ഹദീസിൽ വാരിദായ ദ്വാ, ഖുർആനിൽ വാരിദായ ദ്വാ എത്രയുണ്ട്. അതൊന്നുമില്ലാതെ പുതിയ പുതിയ ലഫ്ളുകളൊക്കെ കുറെ അറബി സാഹിത്യം, ബലാഗത്ത്, ഫസാത്ത് എനിക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ട് അവരെ കഴിവ് പ്രകടിപ്പിക്കേണ്ട ഒരു സമയമല്ല നിസ്കാരം. അതിൻ്റെ ശേഷമുള്ള ദ്വാ കുറച്ച് ദ്വാരന്നാൽ മതി. അപ്പം എല്ലാവരും നിൽക്കൂ. എന്നിട്ട് ആദ്യത്തെ ദ്വാ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പ്രസംഗം പറയാ. എന്നിട്ട് ആളോട് പറയാ, നമ്മൾ സലാത്തും ദ്വായും വാത്യോദലെല്ലാം ഉണ്ട്, അത് പ്രസംഗത്തിൻ്റെ അവസാനത്താക്കും. അത് ചെയ്യും വേണം. പിന്നീട് അത് വേണം. അത് നിസ്കാരത്തിൻ്റെ താപിയല്ല. നമ്മളെ മുത്തഖദ്ദീമീങ്ങൾ, നമ്മളെ സാബിഖീങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഒരു ഈമാനെ കാക്കാൻ വേണ്ടിയുള്ളതിരിക്കുന്ന ഒരു ദ്വായും ഒരു 10 സലാത്തും. പിന്നെ പള്ളിൻ്റെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കുന്ന ആളുകൾ അവർക്കെല്ലാം ഓതി ഫാത്തിഹ ഓതി ദ്വാരക്കരുത്. അതൊന്നും ഇല്ലായ്മ ചെയ്യരുത്. പക്ഷേ അത് വേണം. പ്രസംഗത്തിൻ്റെ ശേഷം ആവാം. അതൊന്നിന് വിരോധമൊന്നുമില്ല. വേണ്ടാന്നറിഞ്ഞിട്ട് ഇല്ലായ്മ ചെയ്യരുത്. പിന്നൊന്ന് ഖുതുബ. ഇന്ന തൂല സലാത്തി റജുലി വഖിസ്റ ഖുതുബതിഹി മഇന്നത്തുൻ അലാ ഫിഖ്ഹിഹി. നിസ്കാരം നീണ്ടതാവുക, ഖുതുബ ചുരുങ്ങുക, അത് മനുഷ്യന്റെ ഫിഖ്ഹിന്റെ അടയാളമാണ്. വലിയ ഖുതുബ അല്ല, ചെറിയ ഖുതുബ. പിന്നെ ചെറിയ ഖുതുബ, നിസ്കാരം നീള, ഖുതുബ കുറച്ച് ഓതിയാൽ മതി. അത് നബാത്തിയ ഖുതുബാനെ പോലത്തിരിക്കുന്നൊരു ഖുതുബ
ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത്രയും ഫസാഹത്തും ബലാഗത്തും ഉള്ള വഹ്ശിയായ ലഫ്ളൊന്നും ഇല്ലാത്ത, ഗരീബായ ലഫ്ള് ഇല്ലാത്ത